മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ വല്ലാഹി നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ, മരണശേഷമുള്ളത് നമുക്കറിയുന്നില്ല. മരണശേഷം എന്താ ഉള്ളതെന്ന് നമ്മൾ നടന്നു പോകുന്ന ഖബറിനടുത്തുകൂടി ആ ഖബറിനകത്ത് കിടക്കുന്ന ആളുകളുടെ രോദനം നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ വാപ്പാടെ മയ്യത്തിന്റെ അടുത്തൂടെ നമ്മൾ വെറുതെ പോകോ? നമ്മളെ മരണപ്പെട്ട പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, എന്റെ പെങ്ങളെ, നിങ്ങളുടെ പ്രിയ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണപ്പെട്ട ഭർത്താവിനെ മറമാടപ്പെട്ട ഖബറിന്റെ ചാരത്ത് കൂടി നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ പ്രിയപ്പെട്ടവളെ, കേൾക്കാതെ നമ്മൾ പോകുന്നത് കേൾക്കാനുള്ള കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാ, അത് കാണാൻ നമുക്ക് കഴിയാത്തത്, കാണാനുള്ള കഴിവ് നമുക്കല്ല തരാത്തത് കൊണ്ടാ. ഖബറിനകത്ത് കിടന്ന് പറയുന്നത് എന്താണ്? തമുറു അഖാരിബി ജനബാതി കബിരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി വദുൽ മീറാസ് യഖ്തസിമൂന മാലി വമാ യഅലൂന അൻ ജഹദുദുയൂനി. എന്താണ് വാപ്പ ഖബറിൽ കിടന്ന് പറയുന്നതെന്നറിയോ? എന്താണ് ഉമ്മ ഖബറിൽ കിടന്ന് പറയുന്നതെന്നറിയോ? എന്താണ് ഭർത്താവ് ഖബറിൽ കിടന്ന് പറയുന്നതെന്നറിയോ? തമുറു അഖാരിബി ജനബാതി കബിരി, എന്റെ ഖബറിന്റെ അടുത്തുകൂടി എന്റെ പ്രിയപ്പെട്ടവര് നടന്നു പോകുന്നല്ലോ, എന്റെ ഭർത്താവ് നടന്നു പോകുന്ന എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല, എന്റെ ഭാര്യ നടന്നു പോകുന്ന എനിക്ക് വിളിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല, അവര് കേൾക്കുന്നില്ല. സഹോദരങ്ങളെ, 6 അടി മണ്ണിനടിയിൽ നടക്കുന്ന സംഭവം 6 അടി മണ്ണിന് മുകളിൽ നടക്കുന്ന നമ്മളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനകത്ത് കിടന്ന് വിലപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ എന്റെ ഖബറിനടുത്തൂടെ നടന്നു പോകുന്നു. മോനെ, എടാ മോനെ, എടാ മോനെ, എടാ മോളെ എന്ന് വിളിച്ചിട്ട് നമ്മുടെ വാപ്പ വിളിക്കുന്നു. കേൾക്കാൻ ശ്രവണപുടങ്ങൾ നമുക്കില്ല, ഇത് വിളിക്കുന്നത് കാണാൻ നയനങ്ങൾ നമുക്കില്ല. പടച്ചവനാണ് ഇത് സംഭവിക്കുമല്ലോ. അങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ മറുപടി കൊടുക്കാതെ വരുമ്പോൾ അവര് പറയുന്നു, കഅന്ന അഖാരിബി ലം യഅരിഫൂനി, എന്നെ അറിയാത്തതുപോലെ പോകുന്നല്ലോ. നമുക്ക് ജീവൻ നൽകിയ വാപ്പാ, നമ്മളെ 10 മാസം വയറ്റിൽ ചുമന്ന ഉമ്മ, മരണസമാനമായ വേദന സഹിച്ചു നൊന്ത് പെറ്റ ഉമ്മ, 2 വയസ്സ് വരെ മുലപ്പാൽ തന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, മോനെ, മോനെ ഇങ്ങോട്ടൊന്ന് നോക്കടാ എന്ന്. ഖബർസ്ഥാന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ നമ്മളെ വിളിക്കുമെന്നല്ലേ? ആ സമയത്ത് നമ്മൾ വിളി കേൾക്കുമ്പോ കേൾക്കാതെ പോകുന്നു, കാരണം നമ്മൾ കേൾക്കുന്നില്ല. അപ്പോഴ് കറിക്കടമര് പറയുന്നു, കഅന്ന അഖാരിബി ലം യഅരിഫൂനി, എന്നെ അറിയാത്തതുപോലെ പോകുന്നത് കണ്ടോ? എന്നെ അറിയാത്തതുപോലെ പോകുന്നത് കണ്ടോ? എവിടേക്കാണ് ഈ പോക്കെന്നറിയോ? വാപ്പ സമ്പാദിച്ച പുരയിടത്തിൽ കളയ്ക്കാൻ പോകുന്നത്, ഉമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ റബ്ബർ എസ്റ്റേറ്റിൽ വെട്ടികെട്ട് പാലെടുക്കാൻ പോകുന്നത്, ഭർത്താവ് തലയിൽ മണ്ണ് ചുമന്ന് കല്ല് ചുമന്ന് വന്താണി പിടിച്ച് പങ്കായം പിടിച്ച് വളയം പിടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് മരിച്ചു പോയപ്പോൾ ആ സമ്പാദിച്ച റബ്ബർ, ആ റബ്ബർ വെട്ടികെട്ട് പാലെടുത്തതിന്റെ ഷീറ്റ് വിൽക്കാൻ വേണ്ടി പോകുന്ന പെണ്ണ. പക്ഷേ മക്കൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ ഹജ്ജ് ചെയ്തില്ല. ഉസ്താദ് വന്നു പറഞ്ഞു, ഹജ്ജിന് പോകുന്നില്ല കാക്ക. അപ്പോഴും പറഞ്ഞു, എന്റെ മോളെ കെട്ടിക്കട്ടെ. മോളെ കെട്ടിക്കാതെ ഹജ്ജിന് എങ്ങനെ പോകും? അങ്ങനെ മകളെ 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 എന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാതെ ഇരുന്നു. എന്നിട്ട് ഒരുപാട് സമ്പാദിച്ചു വാരി കൂട്ടി ആ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് പൊന്നുമോള് വെട്ടി പാലെടുക്കാൻ പോകുമ്പോ ഇപ്പോഴത്തെ ഖബർസ്ഥാനം കിടന്ന് വിളിക്കുന്നു, പൊന്നുമോളെ, പൊന്നുമോളെ. മോള് കേൾക്കുന്നില്ല, മോൻ കേൾക്കുന്നില്ല. ആ സമയത്താണ് അവര് പറയുന്നു, എന്നെ അറിയാത്ത പോലെ പോണ കണ്ടോ? എങ്ങോട്ടാണ് പോകുന്നത്? വദുൽ മീറാസ് യഖ്തസിമൂന മാലി, അതിന്റെ പങ്ക് പറ്റാൻ പോകുന്നതാ. ഇവർക്ക് നിസ്കരിക്കാത്തത്, അമ്മ വേണ്ടി പണിയെടുത്തത് അറിയാതെ പോലെ പോകുന്നു. അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ
നീ പോകുന്നത് ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ പങ്ക് പറ്റാൻ പോണതല്ലേ? എന്നാ പൊന്നു മോനെ, ഇതൊക്കെ സമ്പാദിച്ചത് ഞാൻ കൊടുക്കാതെയാണ്. മക്കളെയും കെട്ടിച്ചപ്പോ ഒരു നയാ പൈസ ഞാൻ കൊടുക്കാതെ നിനക്ക് നീ അതിന്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കടങ്ങളെ നീ വീട്ടുന്നില്ല, എന്റെ ഹജ്ജ് നീ വീഴുന്നില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഖബറിൽ കരയുന്ന ഒരു പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ അവസ്ഥ ഭീകരമാണ്. നമ്മൾ സൂക്ഷിക്കണം. എന്താ കാര്യം? ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നാൽ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നാൽ. എന്ത് സഹായം ചോദിച്ചില്ലേ? മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ നബി അല്ലാഹുവിന്റെ സഹായം വരുന്നതെന്ന് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് സഹായമൊക്കെ വന്നാൽ. വൽ ഫത്ഹ്, നാട്ടിൽ നിന്ന് പറന്ന നാട്ടിൽ നിന്ന് നിങ്ങൾ ആട്ടി ഓടിച്ചല്ലോ. മക്കാ മുകറമയുടെ മുന്നിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ആട്ടി ഓടിച്ചല്ലോ. ആ നിങ്ങൾക്ക് രക്തരഹിത വിപ്ലവത്തിലൂടെ മക്ക തിരിച്ചു പിടിച്ചു. അങ്ങനെ നിങ്ങൾ മക്കയിലേക്ക് മടങ്ങി വന്നപ്പോൾ, മക്ക വിജയം നിങ്ങൾക്ക് നേടിയപ്പോൾ സന്തോഷമല്ലേ? ഇത് രണ്ടും. ഒന്ന് റബ്ബിന്റെ സഹായം, 3 മക്ക വിജയം. നബിയേ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അഫ്വാജാ എന്ന് പറഞ്ഞാൽ ഫൗജൻ ഫൗജാ, സംഘം സംഘമായി ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നബിയോട് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദഅവത്തിന് വേണ്ടി അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ കാതുകളിൽ തന്റെ ചൂണ്ടുവിരൽ ചേർത്ത് പിടിച്ചിട്ട് തിരികെ വെച്ചിട്ട് കേൾക്കണ്ട പോടാ ഭ്രാന്ത എന്ന് വിളിച്ചു പോയ ഒരു സമൂഹം അവസാനം നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് യാ റസൂലല്ലാഹ് ഖുദ് ബിയദി എന്ന് പറഞ്ഞിട്ട് ആ കൈ ഇങ്ങോട്ട് താ നബിയെ, എന്റെ കൈ ഒന്ന് ചേർത്ത് പിടിക്ക് നബിയെ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പരിശുദ്ധമായ ആ മക്കയിൽ, ആ മദീനയിൽ പരിശുദ്ധമായ ആ ജസീറത്തുൽ അറബിലെ പ്രിയപ്പെട്ട സഹാബാക്കളെ നിങ്ങളുടെ അധീനതയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര സന്തോഷം. ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവോൺ റിട്ലി, ഹീദർ മാത്യൂസ്, അതുപോലെ കാഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലി, അതുപോലെ തന്നെ കാറ്റ്സീവൻ എന്ന യൂസുഫുൽ ഇസ്ലാം, അതുപോലെ കമല മാധവിക്കുട്ടി എന്ന കമല സുരയ്യ, ഇങ്ങനെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എത്ര ആളുകളാ വരുന്നതൊക്കെ? നല്ല 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 ആളുകളാ, ക്വാളിറ്റി ഉള്ള ആളുകളാ, കീടങ്ങളല്ല, നല്ല 1-ാം നമ്പർ ക്വാളിറ്റി ഉള്ള ആളുകളാ വരുന്നത്. അപ്പൊ ഇവിടെ ഉള്ള ചില മാലിന്യങ്ങള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോട്ടെ, അതൊക്കെ അതിന്റെ വഴിക്ക് തന്നെ പോട്ടെ. ഇസ്ലാമിലേക്ക് ഇവോൺ റിട്ലിയെ പോലെ, ഹീദർ മാത്യൂസിനെ പോലെ, കേസിസ് ക്ലേയെ പോലെ, കാറ്റ്സീവനെ പോലെ, മാധവിക്കുട്ടിയെ പോലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് കമലാ സുരയ്യയായി, യൂസുഫുൽ ഇസ്ലാമായി, മുഹമ്മദ് അലിയായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്ര പുരുഷന്മാരും ചരിത്ര വനിതകളും അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അത്ഭുതമാണ്, നമുക്ക് സന്തോഷമാണ്. അള്ളാന്റെ സഹായം വരുന്നത് സന്തോഷമാണ്, നമുക്ക് എവിടെയും വിജയം വരുന്നത് സന്തോഷമാണ്. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹി വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഇത് 3 നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതല്ല നബിയേ. അങ്ങനെ ഈ 3 സന്തോഷം, സന്തോഷത്തിന്റെ മേൽ സന്തോഷം, അതിന്റെ മേൽ സന്തോഷം നിങ്ങളെ തേടിയെത്തുമ്പോൾ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ല്, വസ്തഗ്ഫിറുഹു, നിങ്ങൾ അല്ലാഹുവിലേക്ക് പാപം പൊറുക്കലിനെ ചോദിക്കുക. ഇന്നഹു കാന തവ്വാബാ. അതാണ് സന്തോഷം കൂടുമ്പോൾ നമ്മൾ എന്ത് വേണം? അല്ലാഹുവിലേക്ക് മടങ്ങണം. അപ്പോ മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന 2-ാം മൂന്നാമത്തെ വരിയിൽ എഴുതിയിരിക്കുന്നത് അജിബ്തു അജബ്തു ലിമൻ യുമിനു ബിൽ ഹിസാബ് കൈഫ യൽഹഖൂ. നാളെ പടച്ചവന്റെ മുന്നിൽ വിചാരണ ഉണ്ട് എന്ന് ബോധ്യമുള്ള വിശ്വസിക്കുന്ന ഒരാളുടെ ചിരി എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ആരെങ്കിലും വണ്ടി ഓടിച്ചു പോകുമ്പോ പിണറായി വിജയന്റെ പോലീസ് വഴിയിൽ കൈയാണിച്ച് നിർത്തിയിട്ട് ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ, സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ പേരിൽ പൈസ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് വഴിയിൽ തടഞ്ഞു നിർത്തുമ്പോ നമ്മൾ ആരെങ്കിലും അവിടെ ചെന്നിട്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും നമുക്ക് ഭ്രാന്തല്ലേ പറയുള്ളൂ?
2-3 കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള അധികാര സ്ഥാനം വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ സർക്കിളിന്റെ ASIയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ നമ്മൾ ആരും ഇങ്ങനെ പൊട്ടിച്ചിരിച്ചോണ്ട് ഇങ്ങനെ മസിലും പിരിക്ക് നിൽക്കൂല. എല്ലാവരും സാറേ അബദ്ധം പറ്റിപ്പോയി സാറേ, ഹെൽമറ്റ് ഇടാൻ പറ്റാത്തതാ സാറേ, സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി സാറേ, അങ്ങനെയൊക്കെ പലതും പറഞ്ഞ് സാറിനെ പൊക്കി വെച്ചിട്ട് 100 രൂപ കൊടുത്താ വിഷയം തീരും. അവിടെ പോലും നമ്മൾ വളരെ ഇങ്ങനെ നിൽക്കുന്നു, നമ്മൾ ആരും ചിരിക്കുന്നില്ല, നമ്മുടെ മുഖത്ത് വല്ലാത്ത വിഷമമാണ്. കോടതിയിൽ ഒരു കേസ് ഉണ്ടായി പോയാൽ ജഡ്ജിയുടെ മുമ്പിൽ തൊട്ടപ്പുറത്തെ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുമ്പോൾ നീതിന്യായ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് വിധി പറയാൻ പോകുന്ന നിമിഷം ആരുടേതാണ്? തന്റെ വക്കീലിന്റേതാണോ അതല്ല പ്രോസിക്യൂട്ടറുടേതാണോ? ആ കോടതിയുടെ അകത്തളത്തിൽ വിജയം വരിച്ചത് എന്നറിയാൻ ചീഫ് ജസ്റ്റിസ് എന്താണോ പറയാൻ പോകുന്നതെന്ന് അറിയാൻ പോകുമ്പോൾ ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പ്രതി പൊട്ടിച്ചിരിച്ചാൽ അങ്ങനെ പൊട്ടിച്ചിരിക്കുമോ? ഒരിക്കലുമില്ല. അതാണ് പറയുന്നത്, റബ്ബിന്റെ ഹിസാബുണ്ടെന്ന് അറിയുന്ന ഒരാൾ ചിരിക്കുന്നത് കാണുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ആ ഫലകത്തിൽ എഴുതിയിരിക്കുന്ന 3ാമത്തെ വാചകം. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വലിയ ചിരിയാണ്. ഹിസാബിനെ പറ്റി യാതൊരു ചിന്തയും നമുക്കില്ല. ഒരു ദിവസം അൻസാരികളുടെ മദീനക്കാരുടെ ഒരു തോട്ടം, മനോഹരമായ തോട്ടം, ആ തോട്ടത്തിന്റെ തൊട്ടടുത്തുകൂടി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ അൻസാരികളുടെ ഒരു തോട്ടത്തിനടുത്തെത്തി. ഈത്തപ്പഴം പറിക്കാൻ വേണ്ടിയിട്ട് അൻസാരി പറഞ്ഞു, അൻസാരിയായ സഹാബി പറഞ്ഞു പറിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പന കൊലയിൽ നിന്നൊരു ഈത്തപ്പഴം പറിക്കാൻ വേണ്ടി പോകുന്നത് കണ്ടപ്പോൾ ആദ്യം കണ്ടെത്തിയ ഈത്തപ്പനയുടെ ചുവട്ടിൽ വന്നിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറഞ്ഞതെന്നറിയോ? തൂബാലക യാ താഇ, നല്ലവനാ, നീ എത്ര ഭാഗ്യവാനാ. ഓരോ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ നിന്ന് അടുത്ത വൃക്ഷ ശിഖരങ്ങളിലേക്ക് പറന്നു പോകുന്ന പക്ഷി, നീ എന്ന് ജലാശയത്തിൽ നിന്ന് നിന്റെ ചെറിയ ചുണ്ടുകൊണ്ട് നീ വെള്ളം കുടിക്കുന്നല്ലോ. ആ പക്ഷിയെ നോക്കിയിട്ട് പറയുന്നു, നീ എത്ര ഭാഗ്യവാനാ. തമൂതു ഫലാ ഹിസാബ വലാ അദാബ്, നീ മരിച്ചു പോയാൽ നിനക്ക് വിചാരണയില്ല, ശിക്ഷയില്ല. കൂനിൻ തുറാബ, മണ്ണായി പോവോ എന്ന് നിന്നോട് അല്ലാഹു മഹ്ശറിൽ പറയും. മഹിഷറയിലെത്തുമ്പോ മരത്തിന്റെ ചുവട്ടിലിരുന്ന് പൊട്ടി കരഞ്ഞപ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവരുടെ മനസ്സിനകത്തുള്ള ചിന്ത എന്താ? എല്ലാവരും നാളെ മഹിഷറയിൽ വരുമല്ലോ. അവിടെ ആരും ആരെ സഹായിക്കാനില്ല, അവിടെ വക്കീലുമാരില്ല, അവിടെ അഡ്വക്കേറ്റുകളില്ല, അവിടെ സാക്ഷികൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഭാഗത്ത് പ്രതികളെ ഉള്ളൂ, ഒരു ഭാഗത്ത് വാദികളെ ഉള്ളൂ, ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ മാലാകമാരെന്ന് പറയുന്ന അള്ളാന്റെ പട്ടാളക്കാര് വലയം ചെയ്തിരിക്കുകയാ. ഇന്ന് കോടതിയുടെ ചേംബറിലിരിക്കുന്ന ആ കോടതിയുടെ ജഡ്ജിയുടെ മുമ്പിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ പ്രതിയുടെ ചുറ്റുവട്ടത്ത് പോലീസ് നിൽക്കും പോലെ മഹിഷറ എന്ന് പറയുന്ന ഭീകരമായ കോടതിയിൽ നിൽക്കുമ്പോൾ നാലു ഭാഗത്ത് ആരാ നിൽക്കുന്നതെന്നറിയോ? മലക്കു സഫൻ സഫാ, അള്ളാന്റെ മലായിക്കത്തുകൾ സഫ് സഫായി അണിയായി നിരനിരയായി വരിയായി നിൽക്കുകയാ. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ ഹിസാബ് നേരിടേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്തോ, അല്ലാഹുവേ അല്ലാഹുമ്മ ഹസിബിനി ഹിസാബൻ യസീറാ, അല്ലാഹുമ്മ ഹസിബിനി ഹിസാബൻ യസീറാ.
ഒരു ചെറിയ വിചാരണ എനിക്ക് തരണേ അല്ലാ. ആയിഷ ബീവി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ ചെറിയ വിചാരണ എന്ന് പറയുന്ന ഹിസാബുൻ യസീർ എന്താ? ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു, ആയിഷ, ഒരു മനുഷ്യനവന്റെ വീട്ടിലോ പള്ളിയിലോ നമസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ ആ സമയത്തിൽ അല്ലാഹു ഒരു പേരിനൊരു ഹിസാബ് നടത്തിയിട്ട് അവനെ അങ്ങ് സ്വർഗത്തിൽ വിടും. ആയിഷ, ആരെങ്കിലും പൊന്നുമോളെ, ആരെങ്കിലും അല്ലാഹു കൊളയാൻ തീരുമാനിച്ചാൽ, അല്ലാഹു ആരെയെങ്കിലും വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാൽ, പൊന്നുമോളെ ആയിഷ, പെട്ടത് തന്നെ സംശയമില്ല. അപ്പത്തോളം ഭീകരമായ മഹ്ശറയുണ്ടല്ലോ. ആരും അവിടെ വന്നിട്ട് നമുക്ക് വക്കാലത്ത് പിടിക്കൂല, ആരും അവിടെ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തൂല. നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പൊന്നുമക്കള്, ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ വരില്ലല്ലോ. അല്ലാഹു തന്നെ പറഞ്ഞു, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനി. അല്ലാഹു പറഞ്ഞതാണ്, അവന്റെ സഹോദരനിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, എല്ലാവരിൽ നിന്ന് ഓടി ഒളിക്കുന്ന മഹ്ശറ. നമ്മൾ ജീവന തുല്യ സ്നേഹിക്കുന്ന തോളത്തിരുത്തിയിട്ട് നമ്മള് കുതിരകളായി നിന്നുകൊണ്ട് നമ്മുടെ പൊന്നുമക്കളെ കളിപ്പിക്കുമ്പോ, ആ പൊന്നുമക്കൾ വന്നിട്ട് വാപ്പാന്ന് വിളിക്കുമ്പോ കൈതട്ടിക്കളഞ്ഞിട്ട് പോകുന്ന മഹ്ശറ, കൈതട്ടിക്കളഞ്ഞിട്ട് പോകുന്ന മഹ്ശറ. ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ കരുനാഗപ്പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാ. ആ സമയത്ത് 2006-ലോ 2005-ലോ ആണ് വലിയ സുനാമി ഉണ്ടായത്. ചെറിയഴീക്കലിലും വലിയഴീക്കലിലും വലിയ സുനാമി ഉണ്ടായി. കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോ അവിടത്തെ അഭയാർത്ഥി ക്യാമ്പില് അവിടെ സുനാമി പ്രദേശത്ത് നിന്ന് കൊണ്ടുവന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാ. ആ സമയത്താണ് പിന്നീട് വരുന്ന ഒരു വണ്ടിയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ഇതാരുടെ കുഞ്ഞാണെന്ന് ചോദിച്ചിട്ട് വളണ്ടിയേഴ്സ് ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ബോധോദയം വന്നിട്ടൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞാ, എന്താ സംഭവിച്ചതെന്നറിയോ? കടലിന്റെ തിരമാലകൾ വെള്ളം ഉള്ളിലേക്കെന്ന് വലിഞ്ഞപ്പോൾ കടലിന്റെ എത്രയോ കിലോമീറ്റർ ആഴം ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോ, എന്തോ ഭീകരമായ ഒരു വിസ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിലിൽ കിടക്കുന്ന ഉമ്മറത്ത് തൊട്ടിലിൽ കിടത്തി ഉറക്കിയിരിക്കുന്ന പാല് കൊടുത്ത് കിടത്തി ഉറക്കിയ പൊന്നുമോളെ മറന്നിട്ട് ആ മാതാവ് ജീവനും കൊണ്ട് ഓടുകയാ. ഓടിക്കണ്ട വണ്ടിയിൽ കയറിയിട്ട് കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നതാ. വീടിന്റെ ഉമ്മറത്ത് കെട്ടിയിട്ട ആ തൊട്ടിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞിനെ പാല് കൊടുത്തുറക്കിയ കുഞ്ഞിനെ പോലെ ഒരു ചെറിയ സുനാമി വന്ന പോലെ മറന്നുപോയ ലോകമല്ലേ. ആ മഹ്ശറയുടെ കഥ പറയേണ്ടതുണ്ടോ? അവിടെ വരുമ്പോ ആരും ആരെയും രക്ഷപ്പെടുത്തൂല. ആ സമയത്താണ് നമ്മൾ പറയേണ്ടത്, അല്ലാഹുമ്മ ഹസിബ്നി ഹിസാബൻ യസീറാ. ചെറിയൊരു വിചാരണ. പരിശുദ്ധമായ ജുമാ ദിവസങ്ങളിൽ 2ാമത്തെ റക്അത്തിൽ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്ന് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ഇമാം കുറച്ചു നേരം അവിടെ നിശബ്ദതയോടെ നിൽക്കും. എന്തിനാ? അവിടെ ദുആ ചെയ്യണം. നമ്മളും എഴുതി വെച്ച് പഠിച്ചോ, അല്ലാഹുമ്മ ഹസിബ്നി ഹിസാബൻ യസീറാ, അല്ലെങ്കിൽ അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി എന്ന് നമ്മൾ അവിടെ ദുആ ചെയ്യണം. എത്ര ജുമഅയ്ക്ക് നമ്മൾ ചെയ്തു? രാത്രി കിടക്കുമ്പോൾ ആലോചിക്കും. 60 വയസ്സുകാരന്റെ 15 കൊല്ലത്തെ മാറ്റിവെച്ചാൽ ആ 45 കൊല്ലത്തെ ഓരോ വർഷത്തെയും 12 മാസങ്ങളിൽ ഓരോ മാസത്തെയും 4ഉം 5ഉം വെള്ളിയാഴ്ചകൾ വന്നിട്ടുണ്ട്. ആ വെള്ളിയാഴ്ചകളിൽ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം സുമ്മ ഇന്ന അലൈനാ ഹിസാബുഹും എന്ന് ഇമാം പറഞ്ഞപ്പോ അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമുക്കതിനുള്ള സമയമുണ്ടോ? ഇല്ല. നമുക്ക് അതിനെ ചിന്തിക്കാനുള്ള സമയമുണ്ടോ? അതുമില്ല. നമ്മൾ കരുതുന്ന എന്താ? നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ എവിടെയെങ്കിലും തൂങ്ങി അങ്ങ് രക്ഷപ്പെടാമെന്നാ. എങ്ങും തൂങ്ങാൻ പറ്റൂല, കുടഞ്ഞിടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ഹിസാബുണ്ടെന്നറിഞ്ഞിട്ടും ആ മനുഷ്യന്റെ വലിയ വലിയ ചിരി എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് ആ രേഖപ്പെടുത്തപ്പെട്ട കാര്യം ചിന്തിച്ചു നോക്കൂ. ഏറ്റവും ഒടുവിൽ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അജബുതു ലിമൻ യഅരിഫു ദുനിയാ
കൈഫ യത്മഇന്നു ഇലൈഹാ. എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ്. നാലാമത് പറയുന്നു, എന്നെ അത്ഭുതപ്പെടുത്തിയത് ദുനിയാവിനെ പറ്റി അറിഞ്ഞിട്ട്, ദുനിയാവിനെ പറ്റി മനസ്സിലാക്കിയിട്ട് ആ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുന്ന മനുഷ്യ, നിന്റെ ഓട്ടം കാണുമ്പോൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. ദുനിയാവിനെ തിരിച്ചറിഞ്ഞില്ലേ? തിരിച്ചറിഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടുപോകോ? ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോവോ? ഈ ദുനിയാവിൽ നമ്മൾ കടന്നു വന്ന് ജീവിച്ച് സമ്പാദിച്ചതൊന്നും നമ്മൾ കൊണ്ടുപോകൂല. ജനിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈ ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുകയാണ്. കൈ ഇങ്ങനെ മുറുക്കി പിടിച്ച അവസ്ഥയിലാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. ആ കുഞ്ഞ് എന്തൊക്കെയോ സ്വപ്നങ്ങൾ കൊണ്ടുവരികയാണ്. എന്തൊക്കെയോ ഈ രാജ്യത്ത്, ഈ ലോകത്ത് അവൾ അല്ലെങ്കിൽ അവൻ കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ അവന്റെ സങ്കല്പത്തിലുണ്ട്. ഇത് ഉള്ള കാര്യമാണ്. കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കും പ്രസവിക്കപ്പെടുന്ന കുഞ്ഞ്. നീ നാളെ പോയി നോക്കിയിട്ട് ഏതെങ്കിലും നിവർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളാൻ പറയണ്ട. അത് അങ്ങനെയാണ് പൊതു തത്വം. അത് എന്നാൽ മരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ നോക്ക്. ഏതെങ്കിലും മനുഷ്യൻ ഇങ്ങനെ മുറുക്കി പിടിച്ചോണ്ട് പോവോ? ഇല്ല. ഇങ്ങനെ മുറുക്കി പിടിച്ച ഒരു മനുഷ്യനും പോകില്ല. മറിച്ച് രണ്ട് കൈയും നിവർത്തി വെച്ചിട്ട് ഞാൻ ഒന്നും കൊണ്ടുപോയില്ല. ഇവിടുന്ന് ഞാൻ സമ്പാദിച്ചത് കൊണ്ടുപോയില്ല, ഞാൻ കൊണ്ടുവന്നത് കൊണ്ടുപോയില്ല, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുക. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവനും കീഴടക്കി. ലോകം മുഴുവനും കീഴടക്കി. ഓരോ രാജ്യങ്ങൾ കീഴടക്കാൻ വേണ്ടി വരുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം വിശാലമാണ്. ഓരോ രാജ്യം കീഴടക്കാൻ വേണ്ടി വരുന്ന സന്ദർഭങ്ങളിലും തന്റെ പ്രിയപ്പെട്ട മാതാവ് കത്തെഴുതും. എന്നെ ഒന്ന് കാണണേ, എന്നെ ഒന്ന് കാണ് എന്ന് പറഞ്ഞിട്ട് കത്തെഴുതുമായിരുന്നു. ഓരോ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചു. അവസാനം ഇന്ത്യ മഹാരാജ്യത്ത് വന്നിട്ട് പോകുമ്പോഴാ അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു. അങ്ങനെ അവസാനം മരിക്കാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുന്നു, എന്റെ കൈ രണ്ടും തുണിയുടെ വെളിയിലേക്ക് നിങ്ങൾ എടുത്തിടണം, എല്ലാവരും കാണട്ടെ. ഈ പിടിച്ചതൊന്നും ഞാൻ കൊണ്ടുപോയില്ല, ഈ ഉണ്ടാക്കിയതൊന്നും ഞാൻ കൊണ്ടുപോയില്ലെന്ന് കാണട്ടെ. പിന്നീട് എന്റെ ആഗ്രഹം, എന്റെ മയ്യത്ത് കെട്ടിൽ ചുമക്കേണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരാണ്. എന്തിനാണത്? എന്നെ ഡോക്ടർമാർ ഇത്രയും പണിപ്പെട്ട് അധ്വാനിച്ച് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടും അവർക്ക് പോലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് ജനങ്ങൾക്ക് ബോധം വരട്ടെ. മൂന്നാമത്, ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും വാരി വിതരണം എന്റെ ശവമഞ്ചത്തിന്റെ പുറകിൽ. എന്തിനാ? എല്ലാവർക്കും അത് ഉപകരിക്കട്ടെ. എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. ഈ നിലയിൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും കൊണ്ടുപോകില്ല. എന്തെങ്കിലും കൊണ്ടുപോവോ? 3 കഷണം തുണി. ആ 3 കഷണം തുണിയും കുറച്ച് പഞ്ഞിയും കർപ്പൂരം പൊടിച്ച് ചേർത്തതും ആ കഫൻ പുടവയിൽ തേച്ചിരിക്കുന്ന ആ അത്തറും കണ്ണിൽ വരച്ചിരിക്കുന്ന സുറുമയും 2 തള്ളവിരലുകൾ അകന്നു പോകാതെ കെട്ടിയിരിക്കുന്ന ചെറിയ നാടയും. ഇതല്ലാതെ പിന്നെന്താ കൊണ്ടുപോകുന്നത്? ഒന്നും കൊണ്ടുപോയില്ല. ജീവിതത്തിൽ നമ്മളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ടവരാണ്. വന്നപ്പോഴും ഒന്നും കൊണ്ടുവന്നില്ല. ഇതാണ് മനുഷ്യൻ. ദുനിയാവിത്രേ ഉള്ളൂ. ഞാൻ ആരാണെന്ന് നിനക്കറിയോടാ എന്ന് ചോദിച്ചപ്പോൾ ആ മഹാരാജനോട് പറഞ്ഞു, അറിയാടാ നീ ആരെന്ന്. ആദ്യം ദുർഗന്ധം വമിക്കുന്ന ഒരു തുള്ളി, അവസാനം ചീഞ്ഞു നാറുന്ന ശവം, ഇതിനിടയിലോ മലം ചുമക്കുന്ന വണ്ടി. ഇതല്ലേ മനുഷ്യൻ? ആദ്യം ദുർഗന്ധം വമിക്കുന്ന ഒരു തുള്ളി ബീജം, ഒടുവിൽ ചീഞ്ഞു നാറുന്ന മയ്യത്ത്. ആർക്ക് ധൈര്യമുണ്ട് ഈ നാട്ടിൽ ഭർത്താവ് മരിക്കുമ്പോൾ എന്റെ ഭർത്താവിനെ നിങ്ങൾ അടക്കരുത്, എന്റെ അലമാരയിൽ ഞാൻ സൂക്ഷിച്ചോളാം, എന്റെ കിടക്കയിൽ ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയാൻ? ഒന്ന് പേടിയേക്കാൾ അപ്പുറത്ത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ മൂക്കുപൊത്തിക്കിട്ട് നീ വിളിച്ചു പറയും, കൊണ്ടുപോയി എന്തൊരു നാറ്റമായി എന്ന് പറയും. അല്ലേ? അബൂലഹബിനെ അങ്ങനെയല്ലേ ഭാര്യ അടിച്ച് പുറത്തിറക്കിയത്?
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മനുഷ്യനെ ആരെയും അടക്കാതിരിക്കില്ല. ദുനിയാവ് ഇത്രേ ഉള്ളൂ. അവസാനം മാറുന്നത് ആദ്യം ഒരു തുള്ളി ബീജം, പിന്നീട് നാറുന്ന ശവം. ഇതിനിടയിലോ പൊട്ട നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീട് കാട്ടം ചുമന്നോരോ കൊട്ട. പൊട്ട നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീട് കാട്ടം ചുമന്നോരോ കൊട്ട. ആദ്യമൊക്കെ നമ്മള് ശരീരത്തിൽ പറ്റിയാല് വസ്ത്രത്തിൽ പറ്റിയാല് കഴുകിക്കളയുന്ന പറയപ്പെടാൻ പറ്റാത്ത പറയപ്പെടാൻ പറ്റാത്ത ഒരു വസ്തു. പിന്നെയോ നാറ്റം പിടിച്ച ശവം, ബോഡി ചീഞ്ഞു നാറുന്നത്. ഇതിനിടയിലോ ഊതിന്റെ അത്തറും അല്ലെങ്കിൽ വലിയ പെർഫ്യൂമൊക്കെ അടിച്ച് നിൽക്കുമ്പോ, ടിപ് ടോപ്പായിട്ട് നിൽക്കുമ്പോ നമ്മൾ ചിന്തിക്കും ഇവനാരടായി നിൽക്കുന്നത്. പക്ഷേ നഗരസഭയിലെ വണ്ടിയെ പോലെ, മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയെ പോലെ മലം ചുമന്നുകൊണ്ടല്ലേ നിൽക്കുന്നത്. ഇതാണ് ദുനിയാവ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി ചുണ്ടോട് ചേർത്ത് വെച്ച മഹാരാജനോട് ചോദിച്ചു, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളം തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? അയാൾ പറഞ്ഞു, എനിക്ക് പ്രവിശാലമായ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ പകുതി ഞാൻ എഴുതി കൊടുത്ത് ഞാൻ ചികിത്സിക്കുമെന്ന് പറഞ്ഞു. അയാൾ വെള്ളം കുടിച്ച അഹങ്കാരത്തോടെ നാട്യത്തോടെ മേശപ്പുറത്ത് ഗ്ലാസ് വെച്ചപ്പോൾ ഈ മഹാൻ ചോദിച്ചു, ഈ കുടിച്ച വെള്ളം മൂത്രമായി പുറത്തു പോയില്ലേ, നിങ്ങൾ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞു, ബാക്കി സാമ്രാജ്യമില്ലേ, അത് എഴുതി വിറ്റിട്ട് ഞാൻ ചികിത്സിക്കും. മഹാനായ മനുഷ്യൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ ദുനിയാവ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, മൂത്രം ഒഴിച്ച് കളയുന്നു. ഇത്രയേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം ഇത്രേ ഉള്ളൂ, മനുഷ്യൻ ഇത്രേ ഉള്ളൂ, ദുനിയാവ് ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോ ദുനിയാവെന്ന് പറയുന്നത് നിസാരതയിൽ വെച്ച് നിസാരതയുള്ളതാണ്, ചെറുതിൽ വെച്ച് ചെറുതാണ്, ഏറ്റവും മോശമായതാണ്. അതിന്റെ പിന്നാലെ പോകുന്നവനോ അധമന്മാരിൽ ഏറ്റവും വലിയ അധമനാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടവരല്ലേ. അതുകൊണ്ട് ദുനിയാവെന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാ, പണമില്ലേ സന്തോഷം കിട്ടും അല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാം, മനസ്സില്ലെന്ന് ഞാൻ പറയും. ഒരു വീട്, ആ വീട്ടില് ചെറ്റക്കൂര. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളൊക്കെ ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരകളിൽ, ഇന്നത്തെ മക്കൾക്കതറിയില്ല, ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരയില് വാപ്പ കസേര പിടിച്ചിടുന്നു, ഉമ്മ അതിന്റെ മുകളിൽ കയറുന്നു. എന്നിട്ട് വാപ്പാക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ ചെന്നപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ ആ എക്സ്റേ എടുത്തതിന്റെ ആ ഫിലിം എടുത്തിട്ട് ഇങ്ങനെ ആ ഓലയുടെ ഇടയിലേക്ക് ഇങ്ങനെ തിരികെ കയറ്റുന്നു. എന്തിനാണ്? ആ വെള്ളം പുറത്തേക്ക് പോകാൻ. പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് സഞ്ചികൾ ഇതൊക്കെ എടുത്തു വെക്കുന്നു. കവുങ്ങിന്റെ അതിന്റെ ഓലയെടുത്തിട്ട് അതിനെ കീറിയിട്ട് വെക്കുന്നു. എന്തിനാണ്? വെള്ളം പുറത്തു പോകാൻ, അകത്ത് വീഴാതിരിക്കാൻ. വാപ്പ പണിയെടുക്കാൻ പോയാൽ കിട്ടുന്ന കഞ്ഞി അല്ലെങ്കിൽ കിട്ടുന്ന പൈസ, അതിൽ നിന്ന് കുറച്ചെടുത്ത് കഞ്ഞി വാങ്ങിയാൽ ഉമ്മ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു. ഭാര്യ അത് മക്കളെല്ലാരും വരട്ടെ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം പഠിക്കാൻ പോയ എല്ലാ മക്കളും വരുമ്പോ ഒരുമിച്ച് വിളമ്പി എല്ലാവരും കഴിക്കുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലേന്ന് നിങ്ങൾ ചിന്തിക്ക്. എങ്ങനെയോ ആരുടെയൊക്കെയോ കാല് പിടിച്ചിട്ട് മൂത്ത മകനെ സൗദിയിലേക്ക് വിട്ടു. അവൻ പോയി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി. ആ പൈസ ഉണ്ടാക്കിയിട്ട് വന്ന് അവന് തറവാടിന്റെ തൊട്ടപ്പുറത്ത് ഒരു 5 സെന്റ് വാങ്ങിയ ഒരു വീട് വെച്ചു. അതിന് ചുറ്റും അതിലൊക്കെയായി. സന്തോഷം നന്നായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും രണ്ടാമത്തെ മകനും ഗൾഫിലേക്ക് പോയി. അവനങ്ങ് പോയത് UAE. അവിടെ ചെന്ന് അവനും പൈസ ഉണ്ടാക്കി. അവൻ വന്നിട്ട് ജ്യേഷ്ഠം വാങ്ങിയതിന്റെ തൊട്ട് മുന്നില് 5 സെന്റ് ആണെങ്കിൽ ജ്യേഷ്ഠം വാങ്ങിയത് അവൻ 10 സെന്റ് വാങ്ങിയിട്ട് 2 നില വീട് വെച്ച് ആ വീടിന് 2 നിലയ്ക്ക് ആവശ്യമായ മതില് കെട്ടി. മൂന്നാമത്തെ മകനും എങ്ങനെയൊക്കെയോ ആരിൽ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ പൈസ വാങ്ങിയിട്ട് അവനും പോയി.
അവനങ്ങ് ഖത്തറിലോ അല്ലെങ്കിൽ ബഹ്റൈനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയി അവനും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് തറവാട് വന്നിട്ട് തറവാട് പൊളിച്ചു. ഇളയ മോനാണല്ലോ, എന്നിട്ട് വലിയ വീട് വെച്ചു. ആ സമയത്ത് ഒരു ദിവസം മുറുക്കി തുപ്പുന്ന ഉമ്മ, കാർക്കിച്ച് തുപ്പുന്ന ഉപ്പ, ആരെങ്കിലൊക്കെ കയറി വരുമ്പോൾ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന പ്രായാധിക്യം കൊണ്ട് ഈ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇവരെന്ത് ചെയ്യുന്നു? ഒരു വലിയ തടസ്സമാകുന്നു. അവസാനം രണ്ട് സഹോദരങ്ങളെയും പോയി വിളിക്കുന്നു. മനസ്സോടെ അവർ വന്നപ്പോ അവരോട് പറഞ്ഞു, അല്ല എന്റെ വാപ്പ മാത്രമല്ലല്ലോ ഇത്, എന്റെ ഉമ്മ മാത്രമാണോ? നിങ്ങളും കൂടെ അതല്ലേ? അതുകൊണ്ട് ഒരാഴ്ച അവിടെ നിൽക്കട്ടെ, ഒരാഴ്ച അനിയന്റെ വീട്ടിൽ ചേട്ടന്റെ വീട്ടിൽ നിൽക്കട്ടെ, രണ്ടാമത്തോന്റെ വീട്ടിൽ നിൽക്കട്ടെ, ഈ ആഴ്ച ഇവിടെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഷിഫ്റ്റ് വെക്കാൻ തുടങ്ങി, ടൈം ടേബിൾ കൊടുക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ മക്കൾ പറയുന്നത്, എന്റെ വാപ്പ മാത്രമല്ലല്ലോ, നിന്റെ കൂടെ വാപ്പ അല്ലേ? ചെറിയ പ്രായത്തിൽ ചെറുവിരലിൽ തൂങ്ങിയിട്ട് ചെറിയ മുട്ടായിക്ക് വേണ്ടി കരഞ്ഞ ചെറിയ കാലഘട്ടത്തിന്റെ ആ ചെറിയ മനസ്സായിരുന്നപ്പോൾ ചെറിയ വീട്ടിനകത്ത് നടന്ന ചെറിയ സംസാരങ്ങളിൽ അവൻ പറഞ്ഞത് എന്റെ മാത്രം വാപ്പ എന്നാണ്. ഏട്ടൻ പറഞ്ഞു, അല്ല എന്റേത് അല്ല, എന്റെ വാപ്പച്ചിയാണ്, എന്റെ ഉമ്മച്ചിയാണെന്ന്. എന്റേത് മാത്രമെന്ന് പറഞ്ഞ മക്കൾ വലുതായി പണം വന്നപ്പോൾ പറയുന്നു, എന്റേത് മാത്രമല്ലല്ലോ, നിന്റേതും കൂടെയല്ലേ. ഇതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇറാഖ് ജയിച്ചടക്കിയിട്ട് സൈന്യം കടന്നു വരുമ്പോ ധീരനായ ബിലാൽ, വീരനായ വിജിഗീഷുവായ മഹാനായ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഗനീമത്ത് സ്വത്ത് കൊണ്ടുവെക്കുകയാ. ആ സമയത്ത് ഗനീമത്ത് സ്വത്ത് കൊണ്ടുവെക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ സ്വർണത്തിന്റെ കൂമ്പാരം ഇറാഖ് ജയിച്ചടക്കിയിട്ടാ വന്നത്. ആരുടെ മുമ്പിലും അടിയറവ് പറഞ്ഞിട്ടില്ല. തന്റെ ഇടത്തോടെ പോരടിച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയ ഗനീമത്ത് യുദ്ധാർജിത സമരാർജിത സ്വത്തുമായി കടന്നു വന്ന സൈന്യം കൊണ്ടുവന്ന് ഖലീഫയുടെ മുന്നിൽ സ്വർണത്തിന്റെ കൂമ്പാരം, വെള്ളിയുടെ കൂമ്പാരം, അതുപോലെ തന്നെ മുത്തുകളുടെ കൂമ്പാരം, വസ്ത്രങ്ങളുടെ കൂമ്പാരം, അതുപോലെ ഓരോ കൂമ്പാരങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പൊട്ടി കരയാൻ തുടങ്ങി. കരയുന്നത് കണ്ടപ്പോൾ സൈന്യം പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ പരാജയപ്പെട്ട് വന്നവരല്ല, ഞങ്ങൾ ഇസ്ലാമിനെ നാണം കെടുത്തിയിട്ട് വന്നവരല്ല, മരിക്കുന്നത് വരെ ഞങ്ങൾ പോരാടാൻ തീരുമാനിച്ചു. ഞങ്ങൾ പോരാട്ടത്തിന്റെ പാതയിലിറങ്ങി, ഞങ്ങൾ ശക്തമായ നിലപാടെടുത്ത് ഞങ്ങൾ വിജയശ്രീലാളിതരായി ഇറാഖിന്റെ തെരുവീഥികളിൽ ഇസ്ലാമിന്റെ വെന്നിക്കൊടി പാറിപ്പിച്ച് ഞങ്ങൾ ഇതാ വന്നിരിക്കുകയായി. എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി കരയാണ്. എന്താ കരയുന്നതിന് കാരണമെന്ന് ചോദിക്കുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഹബീബ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തുഫ്തഹു ദുനിയാ അലാ അഹദിൻ ഇല്ലാ അൽഖല്ലാഹു ബൈനഹുൽ അദാവത വൽ ബഗ്ളാ. ഏതൊരു വീട്ടിലാണോ അല്ലാഹു ദുനിയാവിന്റെ ഐശ്വര്യം തുറന്നു കൊടുക്കുന്നത്, ഏതൊരു ഭവനത്തിലാണോ, ഏതൊരു നാട്ടിലാണോ, ഏതൊരു കുടുംബത്തിലാണോ സമ്പൽ സമൃദ്ധി അല്ലാഹു കൊടുക്കുന്നത്, ഇല്ലാ അൽഖല്ലാഹു ബൈനഹുൽ അദാവത വൽ ബഗ്ളാ. അവരുടെ ഇടയിൽ അല്ലാഹു വിദ്വേഷവും വെറുപ്പും കൊടുക്കുമെന്ന് എന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഇറാഖിലേക്ക് പോയത് പട്ടിണി കിടന്നുകൊണ്ടാ. ഇറാഖ് ചെന്ന് ജയിച്ചടക്കിയിട്ട് വന്നപ്പോ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയല്ലോ, നിങ്ങൾക്ക് ഇതിന്റെ ഓഹരി ചെയ്ത് ഞാൻ തരുമ്പോ നിങ്ങളുടെ ഇടയിലെ ഭിന്നിപ്പ് വരുമോ എനിക്ക് പേടിയാ മക്കളെ എന്ന് ഒരു ഖലീഫ, ഒരു ഭരണാധികാരി തന്റെ ഭരണീയരായ സൈന്യാധിപന്മാരോട്, സൈന്യത്തോട് പറയുകയാണ്. ചിന്തിച്ചു നോക്ക്, ശരിയല്ലേ? പൈസ ഉള്ള വീടുകളിൽ പ്രശ്നങ്ങളാണ്, പൈസ ഇല്ലാത്ത വീടുകളിൽ ഇപ്പോഴും സമാധാനമാണ്. അൽഹംദുലില്ലാഹ്. ഷാഫി ഇമാം പറഞ്ഞതുപോലെ ജീവിക്കുകയാണെങ്കിൽ അന്നമുറപ്പ്, മരിച്ച മണ്ണുറപ്പ്. ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആഹാരം കിട്ടും, ഇനി കിട്ടാതെ ഒരു ദിവസം മരിച്ച് മണ്ണുറപ്പല്ലേ. ലോകത്താരാണ് വീടില്ലാത്തതിന്റെ പേരിൽ ഇപ്പോഴും കഷ്ടപ്പെടുന്നവരുണ്ട്, വീടില്ലാത്തതിന്റെ പേരിൽ ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഒരുപാട്.
പക്ഷേ അവര് മരിച്ചാൽ അടക്കാൻ ഒരു സ്ഥലമില്ലാത്തതിന്റെ പേരിൽ മയ്യത്ത് എവിടെയെങ്കിലും ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ചരിത്രമുണ്ടോ? ഇല്ല. അങ്ങനെ വന്നാൽ ഞങ്ങളുടെ മഹല്ലിന്റെ കോമ്പൗണ്ടിൽ അടക്കിക്കൊള്ളാം എന്ന് പറയാൻ നല്ല മനസ്സോടുകൂടി കടന്നു വരുന്ന മഹല്ല് ഭാരവാഹികൾ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് അന്നം തരും. ഒരു സംശയം, ഒരു പേടിയും വേണ്ട. ദുനിയാവ് നമ്മുടെ പുറകെ വരട്ടെ, നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. ഇത് പറയുന്നത് നല്ല വീട് വെക്കണ്ടെന്നോ, നല്ല വാഹനം വാങ്ങണ്ടെന്നോ, നല്ല വസ്ത്രം ധരിക്കണ്ടെന്നോ, നല്ല പാദരക്ഷ ധരിക്കണ്ടെന്നോ, നല്ല ഭക്ഷണം കഴിക്കണമെന്നോ അല്ല ഈ പറയുന്നത്. നമ്മൾ അതിലൊക്കെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു പോയാൽ അതിന്റെ പേരിൽ ഖേദിക്കേണ്ട, പോട്ടെ. പോകുന്നത് വരും, വരുന്നത് പോകും. അതിന്റെ പേരിൽ നമ്മൾ ആകലപ്പെടേണ്ട കാര്യമില്ല. ഈ ദുനിയാവെന്ന് പറയുന്നത് ഏറ്റവും വലിയ നിസാരതയാണ്. ആ നിസാരമാകുന്ന ദുനിയാവിനെ തേടി പോകുന്നവനോ അദ്ദുനിയാ കുല്ലുഹാ ജീഫ, ഈ ദുനിയാവെന്ന് പറയുന്ന ഒരു ശവമാണ്. വതാലിബുഹാ കിലാബ്, അതിനെ തേടി പോകുന്നവൻ നായയാണ് എന്ന് മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ ഞാനത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും നമ്മുടെ ഹൃദയസ്പൃക്കാകുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സങ്കടം തോന്നുന്ന, എന്നാ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമുളവാക്കുന്ന ഏറ്റവും വലിയ മനോഹരമായ ചരിത്രങ്ങളുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സതീർത്ഥ്യന്മാർ, സഹാബാക്കൾ അത്ഭുതമാണ്. എത്ര പറഞ്ഞാലും നമുക്ക് തീരാത്തത്രയും സഹാബത്തിന്റെ ചരിത്രങ്ങൾ. ആ സഹാബാക്കളിൽ ഒരു പ്രമുഖനായ ഒരു സ്വഹാബി ഒരു ദിവസം മക്കയിലേക്ക് കയറി വരികയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ആ മക്കയിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. മഹാനായ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. ആ സമയത്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, കൈഫ അന്തും, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ അഭിപ്രായം പറയും. എന്താണ് ചോദിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കൈഫ ബികും ഇദാ ഗദാ അഹദുകും ഫീ ഹുല്ലത്തിൻ വറാഹ ഫീ ഹുല്ല. രാവിലെ ഒരു ഡ്രസ്, വൈകുന്നേരം വേറൊരു ഡ്രസ്, അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് ആരോടാ പറയുന്നത്? ഒരു വസ്ത്രം മാറി ഉടുക്കാൻ ഇല്ലാത്ത സഹാബത്തിനോട് പറയാണ്, സഹാബ, ഇപ്പൊ നിങ്ങൾക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലല്ലോ, നിങ്ങൾ കഴുകിയിട്ട് ഉണങ്ങുന്നവരെ കാത്തു നിൽക്കണമല്ലോ. അങ്ങനെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുമ്പോൾ വന്നത്. അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിഷയം മാറിപ്പോകും. അപ്പൊ ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന സഹാബത്തിനോട് നബി തങ്ങൾ ചോദിക്കാണ്, കൈഫ ബിക്, നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇദാ ഗദാ അഹദുകും ഫീ ഹുല്ലത്തിൻ വറാഹ ഫീ ഹുല്ല. രാവിലെ ഒരു ഡ്രസ്, വൈകുന്നേരം ഒരു ഡ്രസ്. വവുളിഅത് ബൈന യദൈഹി സഫഹത്തുൻ വറുഫിഅത് ഉഖറ. മുന്നിലിരിക്കുന്ന ഭക്ഷണ തളിക എടുത്ത് മാറ്റുമ്പോ അടുത്ത ഭക്ഷണ തളിക നമ്മളിപ്പോ കണ്ടിട്ടില്ല. നേരെ കല്യാണത്തിന് പോകുമ്പോ ഇതാണ് അവസ്ഥ. നമുക്കുള്ള ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. നേരെ ചെല്ലുമ്പോ നമ്മുടെ കയ്യിലേക്ക് ഒരു ചെറിയ കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ മൗലിദാണെങ്കിൽ പോലും അങ്ങനെ തന്നെ, അത് കഴിഞ്ഞ് ഓതൽ കഴിഞ്ഞങ്ങോട്ട് മാറുമ്പോ ആദ്യം നമ്മളെ പനൂരിന്റെ ഒരു സഹജമായ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. അത് വേറെ ഞാൻ കണ്ടിട്ടില്ല. 3-ാം ഫാത്തിഹയുടെ അന്ന് നെയ്യപ്പം പഴം. ഓതൽ കഴിഞ്ഞ ഉടൻ തന്നെ നേരെ നെയ്യപ്പം കൊണ്ടുവരും. ആ പാത്രത്തിൽ നിന്ന് ഓരോന്നെടുത്ത് അങ്ങോട്ട് മാറുമ്പോഴേക്ക് അടുത്ത പഴം ഇരിക്കുന്ന തളി കൊണ്ടുവരും. അത് മാറ്റം പാടത്തെ കൊണ്ടുവരുന്നു, ലഡു. അങ്ങനെ മാറി മാറി ഇങ്ങനെ ഓരോ തളിക നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. എല്ലാത്തിൽ നിന്നും മാറി 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 നമ്മൾ എടുത്തു. അവസാനം ചോറ് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒന്നെടുക്കുമ്പോ അടുത്ത കൊണ്ടുവയ്ക്കുന്നു. സഹാബത്തിൽ നിന്ന് അന്യമാണ് ഇതെന്ന് അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് എടുത്ത് മാറ്റുമ്പോ അടുത്തത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നു, അതെടുത്ത് മാറ്റുമ്പോ വീണ്ടും കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ?
മാത്രമല്ല കഅബയുടെ വിരി പോലത്തെ വിരികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? കഅബാലയത്തിന്റെ വിരിയുണ്ടല്ലോ, ആ വിരി പോലത്തെ വിരികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ രാവിലെ ധരിക്കുന്ന വസ്ത്രം വൈകുന്നേരം മാറ്റിയിട്ട് പുതിയത് ധരിക്കുന്നു. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ തളിക എടുക്കുമ്പോൾ അടുത്ത തളിക കൊണ്ടുവെക്കുന്നു. മാത്രമല്ല നിങ്ങളുടെ വീടിന്റെ പിരികൾ മുഴുവൻ, കർട്ടനുകൾ മുഴുവനും കഅബാലയത്തിന്റെ കർട്ടൻ പോലെ ആയാ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നഹ്നു യൗമഇദിൻ ഖൈറുൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ നബിയേ. എന്തിനാണ് ആഡംബരം കാണിക്കാനല്ല അവര് പറഞ്ഞത്. അവര് പറഞ്ഞു, നബിയേ ഞങ്ങൾക്കത് സന്തോഷമാണ്. എന്തിനെന്നറിയോ? പിന്നെ പണിക്ക് പോണ്ടല്ലോ, ആ സമയം കൂടെ നിസ്കരിക്കാൻ ഇരുന്നൂടെ? പിന്നെ പണിയെടുക്കാൻ പോണ്ടല്ലോ, ആ സമയം കൂടെ ഇബാദത്ത് എടുത്തൂടെ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വലിയ സന്തോഷമാണ് നബിയേ. അങ്ങനെ വരട്ടെ. ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾക്ക് ലഅൻതുമുൽ യൗമ ഖൈറും മിൻകും, ഇന്ന് ഉള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് ഖൈർ. ഇതൊന്നും വേണ്ട മക്കളെ, നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഇത് ആരോ ഒരാൾ കേറി വന്നപ്പോഴാണ് ഈ പറഞ്ഞത്. ആരോ ഒരാൾ കേറി വന്നു, അപ്പോഴാണ് ഇരിക്കുന്ന സഹാബാക്കൾ ചോദിച്ചു, ഒരു തളിക മാറ്റി വേറെ തളിക കൊണ്ടുവെക്കുന്നു, മാറി മാറി ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ, മാറി മാറി തുണി ഉടുക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ, കഅബയുടെ കർട്ടൻ പോലെ നിങ്ങളുടെ വീടുകളിൽ കർട്ടൻ ഇടുന്ന അവസ്ഥ വന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? നബിയെ സന്തോഷമല്ലേ ഉള്ളൂ, ആ സമയം കൂടെ ഞങ്ങൾക്ക് ഇബാദത്ത് എടുക്കാമല്ലോ, അത്രയും വലിയ സമ്പന്നത കിട്ടിയാൽ ഞങ്ങൾക്ക് ആരാധനയിൽ മുഴുകാമല്ലോ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അന്തുമും ഖൈറുൽ യൗം, ഇന്ന് അന്തുമുൽ യൗമ ഖൈറുൻ, നിങ്ങൾക്ക് ഇന്നുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് നല്ലത്. ഇതാര് വന്നപ്പോ പറഞ്ഞതാണെന്നറിയോ? മഹാനായ മുസ്അബ് ബിൻ ഉമൈർ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞ വാക്കുകളാ. മഹാനായ മുസ്അബ് തങ്ങൾ ഇങ്ങനെ ആയിരുന്നു ആദ്യഘട്ടത്തില്. അദ്ദേഹം രാവിലെ ധരിക്കുന്ന വസ്ത്രം പിന്നെ ഉച്ചയ്ക്ക് ധരിക്കില്ല, ഉച്ചയ്ക്ക് ധരിക്കുന്ന വസ്ത്രം മാറ്റിയിട്ട് വൈകുന്നേരം വേറെ ധരിക്കുകയാ, കിടക്കാന് മറ്റൊരു വസ്ത്രം ധരിക്കുകയാ, കഴിക്കാൻ ഭക്ഷണം മുന്നിൽ ഒരുപാട് തളികകളിൽ ഭക്ഷണം കൊണ്ടുവെക്കുന്നു, സുപ്രകളിൽ ഭക്ഷണം കൊണ്ടുവെക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ വീട് മനോഹരമാണ്, കഅബാലയത്തിന്റെ വിരി പോലെ വിരിച്ചിട്ടിരിക്കുകയാ. ഇത്രയും മനോഹരമായ അവസ്ഥ കണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നപ്പോ ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുന്നിൽ എങ്ങനെയാണ് വന്നതെന്നറിയോ? ഒരു മുണ്ടുടുത്തിരിക്കുകയാ, ഒരു മുണ്ട് ശരീരത്തിലൂടെ പുതച്ചിരിക്കുകയാ. ഇങ്ങനെ ഒരു മുണ്ടുടുത്ത് മറ്റൊരു മുണ്ട് ശരീരത്തിലൂടെ പുതച്ചുകൊണ്ട് കടന്നു വരുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇതുപോലെയായിരുന്നു എന്റെ മുസ്അബ്. മുസ്അബ് വല്ലാത്ത സൗന്ദര്യമാ. മുസ്അബ് റളിയല്ലാഹു അൻഹു നടന്നു പോണമെന്നറിഞ്ഞാൽ അവിടുത്തെ പെണ്ണുങ്ങൾ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ആദ്യഘട്ടത്തിലെ കഥയാണ് പറയുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ മുസ്അബ് നടന്നു പോയാ മുസ്അബിന്റെ മുഖകാന്തി, മുസ്അബിന്റെ കറുത്ത തലമുടികൾ, മുസ്അബിന്റെ ആ പുരികമുണ്ടല്ലോ, മുസ്അബിന്റെ മനോഹരമായ ആ ശാരീരികമായ ആകാര സൗഷ്ഠവമുണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ ഇങ്ങനെ തിരശീല മാറ്റിയിട്ട് പെണ്ണുങ്ങളെ വിരിമാറ്റിയിട്ട് കാത്തു നിൽക്കുമായിരുന്നു. മഹാനായ മുസ്അബ് തങ്ങൾ നടന്നു പോയാൽ ആഴ്ചകളോളം ആ പ്രദേശത്ത് മണവസ്തുവിന്റെ ആ മനോഹരമായ ഗന്ധം അതിങ്ങനെ നിലനിൽക്കുമായിരുന്നു. അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കുമായിരുന്നു. അത്ര മനോഹരമായ കോടീശ്വരനായിരുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹു അവസാന ഉഹദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞ് മരിക്കുന്ന സമയത്ത് ഹബീബായ നബി തങ്ങൾ ഓരോ ജനാസകളെ നോക്കി വന്നു.
അവസാനം മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പരിശുദ്ധമായ ആ ശരീരത്തിന്റെ അടുത്തെത്തിയിട്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന്റെ അടുത്തെത്തിയിട്ട് മഹാനായ പ്രവാചകൻ മിസ്അബ് തങ്ങൾ കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് പറഞ്ഞ വാക്യം എന്തെന്നറിയോ? ലഖദ് റഅയ്തുക ബിമക്ക, ഏ മിസ്അബേ നിന്നെ ഞാൻ മക്കയിൽ വെച്ച് കാണുമ്പോ വമാ ബിഹാ അറഖുഹല്ല, നിന്നെ പോലത്തെ മനോഹരമായ വസ്ത്രം ധരിച്ച ഒരാളും മക്കത്തില്ലായിരുന്നു. വലാ അഹ്സനു ലിമ്മതൻ മിൻക, നിന്നെക്കാൾ മനോഹരമായ തലമുടിയുള്ള ഒരാൾ മക്കയിലില്ലായിരുന്നു. ഫുമ്മഹാ അംദദാ ശൈസുർ റഅസി ഫീ ബുർദാ, ഇപ്പോ ഇതാ മയ്യത്ത് ഒരു കരിമ്പടത്തിൽ പുതച്ച് കിടത്തിയിരിക്കുകയാ. ശരീരത്തിൽ തലമുടി മുഴുവനും ജട കെട്ടിയിരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് നോക്കിയിട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞത്, എപ്പറല്ല പ്രൗഢിയോടെ ജീവിച്ച നീയാണ് പൊന്നുമോനെ മുസ്അബേ, ഇപ്പൊ നീ കിടക്കുന്നത് ഇങ്ങനെയാണല്ലോ. വിഷമിക്കണ്ട മിസ്അബേ, വിഷമിക്കണ്ട. നിനക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. സൂറത്തുൽ അഹ്സാബിലെ 23-ാമത്തെ ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. മിനൽ മുഅ്മിനീന റിജാൽ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖലാ നഹ്ബഹ വമിൻഹും മൻ യന്തളിർ വമാ ബദ്ദലൂ തബ്ദീലാ. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോടെ കൊടുത്ത് ഉഹദിൽ നിന്ന് യാത്രയാക്കുകയാണ് റബ്ബിന്റെ റഹ്മത്തിലേക്ക്. എന്താ അഷ്റഫുൽ ഖൽഖ് ഓതിയ ആയത്ത്? മിനൽ മുഅ്മിനീന റിജാൽ, അല്ലാഹുവിനെ വിശ്വസിച്ച ചില ആളുകളുണ്ട്, ചില യുവാക്കളുണ്ട്, ചില സമൂഹങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? സ്വദഖൂ മാ അഹദുല്ലാഹി അലൈഹി, അല്ലാഹുവിനോട് വാഗ്ദാനം ചെയ്തതിനെ നിറവേറ്റുന്നവരാണ് അവര്. അല്ലാഹുവേ, നിന്റെ ദീനിനു വേണ്ടി ഞാൻ രക്തസാക്ഷി തൊട്ട് പുഞ്ചിരിയോടെ സ്വീകരിച്ചോളാം, നിന്റെ ദീനിനു വേണ്ടി ഞാൻ എന്റെ ശരീരത്തെ പണയം വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് കരാർ വാങ്ങിയ ചില ആളുകളുണ്ട്. ചില ആളുകളുടെ ഊഴമെത്തിയിരിക്കുന്നു മിസ്അബിനെ പോലെ. ചില ആളുകളെ നീ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വമാ ബദ്ദലൂ തബ്ദീലാ, അവരുടെ തീരുമാനങ്ങളിൽ ഒരു ചേഞ്ച് അവർ വരുത്തിയില്ല. അവരുടെ തീരുമാനങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റുകൾ അവർ ചെയ്തില്ല. അവരുടെ തീരുമാനങ്ങളിൽ യാതൊരു വെള്ളം ചേർക്കലുകളുമില്ല. ആ നിലയിൽ അല്ലാഹുവിനോടുള്ള വാഗ്ദത്വം അംഗീകരിച്ച് പൂർത്തീകരിച്ചവരാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കിയെങ്കിൽ ദുനിയാവ് നശ്വരമാണ്, ദുനിയാവ് വഞ്ചനയുടേതാണ്, ദുനിയാവ് ചതിക്കുന്നതാണ്, ദുനിയാവ് ഭയപ്പെടുത്തലിൻ്റെതാണ്, ദുനിയാവ് കൊള്ളാത്തതാണ്. അതുകൊണ്ട് എന്നിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ വെട്ടിപ്പിടിക്കാൻ, കൂട്ടിപ്പിടിക്കാൻ, ചേർത്ത് വെക്കാൻ നടക്കുമ്പോ എന്റെ കാര്യത്തിൽ അത്ഭുതമുണ്ടെന്ന് മൂസാ നബിയുടെ ഖിളിർ നബിയുടെ മതിൽക്കെട്ടിന്റെ ചുവട്ടിൽ കുഴിച്ചിടപ്പെട്ട സ്വർണത്തിന്റെ ഫലകത്തിൽ എഴുതപ്പെട്ടുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവ് ഒന്നുമല്ല. അതിന്റെ അവസാന ഖത്മ ചെയ്തുകൊണ്ട്, അവസാനിപ്പിച്ചുകൊണ്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് പറയാതെ നമ്മളോട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു നബി കൊണ്ട് വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയുടെ സമുദായമേ, നിങ്ങൾക്കും ഇതൊരു പാഠമാണെന്നാണ്. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.